ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ വെറൈറ്റി പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 15 വെറൈറ്റിയോളം നമുക്കുണ്ട്. കായാമ്പു മുതൽ നമ്മൾ പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള സൺസെറ്റ് വൈന് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വർഷം മുന്നേ കൊണ്ടുവന്നതാണ്, ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലില്ലിയുടെ റെയിൻ ലില്ലിയുടെ യെല്ലോ കളറ് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് എപ്പോഴും കിട്ടുന്ന കളറല്ല റെയിൻ ലില്ലിയുടെ യെല്ലോ. ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ്. ഈ ഒരു കവറിൽ ഒരുപാട് തൈകളുണ്ട്, കാരണം ചെറിയ ചെറിയ കിഴങ്ങുകളാണ്. ഒരു ചെടി ഒരു ചട്ടിയിൽ നട്ടാൽ മതി. ഞാൻ നട്ട് വെച്ചിരിക്കുന്ന കാണിക്കാം. നിറയെ പൂക്കും. അപ്പം ഫ്ലവറൊക്കെ വന്നതാണ്. അപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ നമുക്കുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു കവറിലെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇത് ഒരു ചട്ടിയിൽ കണ്ടോ നിറയെ പൂത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള സൺസെറ്റ് വൈനാണ്. കണ്ടോ, ഇത് ക്രീപ്പർ ചെടിയാണ്. ഒത്തിരി അങ്ങ് ഇതായിട്ട് പോകുന്നതല്ല, നല്ല നിറയെ പൂക്കുന്ന ക്രീപ്പർ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് മഴയുള്ള സമയത്ത് കൊണ്ടുപോയി ചെറിയ തൈകൾ മഴ നനയാൻ വെക്കൽ, ഷെയ്ഡിലോട്ട് മാറ്റി നട്ട് വയ്ക്കണം. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ. ഇതിലൊരു കായും വരും, അതും പാകി നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്. പല പ്ലാന്റിനും പല വലിപ്പമാണ്. 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ടൈഡൽ വേവയുടെ റെഡ് കളർ പെറ്റൂണിയായും നാടൻ ഡബിൾ പെറ്റൽസിൻ്റെ വയലറ്റ് കളർ പെറ്റൂണിയായും, ഇത് 2 പെറ്റൂണിയായും നമ്മൾ കമ്പുകൾ ഒടിച്ച് കുത്തി നടുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ 2 ഇതും ഉണ്ട്. കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ടൈഡൽ വേവേ പെറ്റൂണിയയുടെ പ്ലാൻ സൈസാണ്. ഇത് കമ്പുകൾ ഒടിച്ച് മണ്ട നുള്ളി വിട്ടാലേ നല്ല ബുഷിയായിട്ട് ബ്രാഞ്ചസോടെ കിളിച്ച് വരുത്തുള്ളൂ. പെറ്റൂണിയ അത് ശ്രദ്ധിച്ചോണം, വളരെ സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. നല്ലപോലെ കെയർ ചെയ്ത് വളർത്തിയാൽ മാത്രമേ കിളിച്ച് വരുത്തുള്ളൂ. താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി. ഇനി അടുത്ത് നമുക്കിതിൻ്റെ വയലറ്റ്, നാടൻ വയലറ്റിൻ്റെ പെറ്റൂണിയ. അപ്പോൾ ഈ രണ്ടും നമ്മൾ കോംബോയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വയലറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. വളരെ ചെറിയ പ്ലാന്റാണ്, ഒത്തിരി വലിയ പ്ലാന്റ് അല്ല. 2 കോംബോയുടെ പ്രൈസ് 250 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തത് നമുക്ക് ജെണ്ടുമുല്ലയാണ്. ഇത് നമ്മുടെ പണ്ടുള്ള കാലങ്ങളിൽ ഈ പൂക്കൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് തൈകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്ലവർ വേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി 3 കൊല കട്ട് ചെയ്ത് ആ ചെടിയിൽ ആ ഫ്ലവർ ബോക്സിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് 85 രൂപയാണ്. അടുത്ത നമുക്ക് ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഇതൊരു ക്രീപ്പറാണ്, പക്ഷേ ഇത് ക്രീപ്പർ പോലെ ചുറ്റി പടർന്നു പോകുന്നതല്ല. പൂക്കൾ വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് പൂക്കളായി വരുന്നത്. ഇലകൾ ഇങ്ങനെ മഞ്ഞയിൽ വരും. പിന്നീട് ആ പൂക്കളിൻ്റെ ഇത് മാറിക്കഴിയുമ്പം ലീഫിലോട്ട് മാറിപ്പോവും. അപ്പം വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്നതാണ്. ഇങ്ങനെ കർട്ടൻ പോലെ താഴോട്ടാണ് ഇത് കിടക്കുന്നത്. നമ്മളിത് പടർത്തി കൊടുത്താണ്ട് ഇങ്ങനെ വന്നാണ് പൂത്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് സൈസ് താണ്ട് ഇതാണ്. ഇതിന് നമുക്ക് 90 രൂപയാണ്. അപ്പോൾ നമുക്കിത് ചുറ്റി പടർത്തി വിടാൻ പറ്റില്ല. ഇതുപോലെയാണ് ഇത് ചെടികൾ നിൽക്കുന്നത്. അടുത്ത നമുക്കൊരു വെറൈറ്റി ചെടിയാണ്. സ്പ്ലാഷ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ കമ്പുകളിലാണ് ഇങ്ങനത്തെ കൊലകൊലയായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവുന്നത്. പടരുന്ന ചെടിയൊന്നുമല്ല, കുറ്റിച്ചെടിയാണ്, വെറൈറ്റിയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 190 രൂപയാണ്. ഇനി അടുക്ക് ചെമ്പരത്തി വൈറ്റ്, നമ്മളിത് ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്, വെറൈറ്റിയാണ്. എപ്പോഴും ഇത് കിട്ടാനുള്ള ഒരു ചെമ്പരത്തി അല്ല, അടുക്ക് ചെമ്പരത്തി. ഇതിന് 150 രൂപയാണ്. അടുത്തത് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് നമ്മളൊരു കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന നമുക്ക് ഇത്രയും കളറുകളുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഏതെങ്കിലും 5 കളറായിരിക്കും നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത്. കളർ സെലക്ഷൻ ഉണ്ടാവില്ല. അത് നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത രീതിയുടെ ഡീറ്റെയിലും എല്ലാം കാണിക്കാം. അപ്പോൾ 5 കളറ് ഒരു ഷൂട്ടുള്ള ഒരു തൈയാണ്. 5 കളറിൻ്റെ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 370 രൂപയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ. 5 എണ്ണമാണ് നമ്മളൊരു കോംബോയിൽ ആഡ് ചെയ്യുന്നത്. 5 പ്ലാന്റിൻ്റെ റേറ്റാണ് 370 എക്സ്ട്രാ കൊറിയർ ചാർജും. അടുത്ത നമുക്ക് കായാമ്പൂവിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറുകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ കമ്പുകളിൽ ഇങ്ങനെ നിറയെ പൂക്കളാണ്.
ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. പൂക്കളുടെ കളറുകൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കളറുകളാണ് ഈ പൂക്കളുടെ കളറുകൾ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. 125 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് കോപ്സിയാണ്. ഇതൊരു പാരിജാതത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നമുക്ക് ബുഷി ടൈപ്പിൽ വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ചെറുതിലേ പൂത്ത് തുടങ്ങും. നമുക്കിപ്പം കൊടുക്കാനുള്ള പ്ലാന്റിൽ ചിലതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. സെൻറ്ററിൽ ഒരു മെറൂൺ കളറ് വരും. അപ്പം കട്ട് ചെയ്ത് വിടണം. നമുക്ക് കമ്പുകളെടുത്തും അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് 100 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. അടുത്ത നമുക്ക് വാട്ടർ ജാസ്മിൻ്റെ യെല്ലോ കളറ് നമുക്കിപ്പം ഫസ്റ്റ് ലോഡാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് വാട്ടർ ജാസ്മിൻ്റെ യെല്ലോ ഒരു ഓറഞ്ച് പോലെ വരുന്ന കളറാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്. ചെറുതിലെ പൂക്കും ചിലതിൽ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെടിയിൽ ഫ്ലവർ വിരിയുകയും ചെയ്യും. 1-2 ചെടിയിൽ ഫ്ലവറുകൾ വിരിഞ്ഞു. ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേന് ഇത് പൊഴിഞ്ഞു തുടങ്ങും. അപ്പം ഇതിന് റേറ്റ് കൂടുതലാണ്. മുൻപേ ഞാൻ പറയുക, വാട്ടർ ജാസ്മിനാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക. ഇതിന് റേറ്റ് ഇനി നമുക്ക് അടുത്തത് കണിക്കൊന്നയാണ്. നമ്മൾ വിഷുവിന് ഇതിൻ്റെ ഫ്ലവർ ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കണിക്കൊന്ന പൂത്തിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാവർക്കും കണിക്കൊന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാട് കണിക്കൊന്നയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്ലാന്റ് സൈസ്. ഒത്തിരി നമുക്ക് സെയിലുണ്ട്. ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എപ്പോഴും കിട്ടത്തില്ല ഇതിൻ്റെ തൈകൾ. 85 രൂപയാണ്. ഇനി നമുക്ക് മെക്സിക്കൻ പ്ലെയിം. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിൽ വേണം. ചുറ്റിപ്പടർന്നു പോകാൻ എന്തെങ്കിലും നമ്മുടെ ഒരു വേലിയോ എങ്ങനെ ചെമ്പരത്തിയൊക്കെ നട്ടിട്ട് അതിനകത്ത് നട്ടാലും മതി, പടർന്നു പോയിക്കോളും. 90 രൂപയാണ് മെക്സിക്കൻ ഫ്ലെയിമിന്. അടുത്ത് നമുക്ക് കമേലിയയുടെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇതുപോലത്തെ വലിയ പ്ലാന്റ് റെഡിൻ്റെ നമുക്ക് വന്നിട്ടുണ്ട്. റേറ്റ് കൂടുതലാണ്. പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് കേട്ടോ. 2700 രൂപയാണ്. നമ്മൾ ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് ചെടി അയക്കുന്നത്. ഇതിൽ നിന്ന് മണ്ണ് മാറ്റത്തില്ല നമ്മൾ കേട്ടോ. അപ്പം 4 കിലോയോളം വെയിറ്റ് നമുക്ക് ഈ കമേലിയയ്ക്ക് വരും. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ചെടികളാണ്. ചെടികൾ നമ്മൾ ഓർഡർ എടുക്കുവാണ്. ഓർഡർ എടുത്തതിന് ശേഷം നമ്മൾ അയക്കും. അയച്ചതിന് ശേഷം നിങ്ങളോട് പറയും. അതിനു മുൻപ് എൻ്റെ ചെടി അയച്ചോ എന്ന് വന്ന് നമ്മളോട് ചോദിക്കരുത്. ആരുടെയൊക്കെയാണോ നമുക്ക് ക്യാഷും ഓർഡറും തന്നിട്ടുള്ളത് അവരുടെ ചെടികൾ അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ പറയും ചെടികൾ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാക്കിംഗ് നമ്പർ ഇട്ട് തരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.